കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുൻ ഉൾപ്പെടെ 11 പേരുടെ ജീവനെടുത്ത ഷിരൂർ ദുരന്തം നടന്നിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. 2024 ജൂലൈ 16 കനത്ത മഴയിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായതും അർജുൻ മരിച്ചതും. 72 ദിവസം നീണ്ടുപോയ രക്ഷാദൗത്യത്തിനൊടുവിൽ അർജുൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ അതുപോലെ ട്രക്കും ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്തു. ഷിരൂർ ഒരു വലിയ പാഠമായിരുന്നുവെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ കെ ലക്ഷ്മിപ്രിയ 24നോട് അല്പം മുമ്പ് പറഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ഷിരൂരിലെ ഗംഗാവലി പുഴയോരത്താണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഗംഗാവലി പുഴ കലങ്ങി മറിഞ്ഞ് രൗദ്രഭാവത്തിൽ ഒഴുകുകയായിരുന്നു. തകർത്തു പെയ്ത മഴയ്ക്കിടെയാണ് ഇതേ പുഴയോരത്ത് മലയാളികൾ ഒരിക്കലും മറക്കാത്ത ആ ദുരന്തമുണ്ടായത്. എനിക്ക് പിന്നിൽ കാണുന്ന മണ്ണുമല തകർന്ന് ദേശീയപാതയിലേക്കും പിന്നീട് ഗംഗാവലി പുഴയിലേക്കും പതിച്ചാണ് അന്ന് ആ വലിയ അപകടമുണ്ടായത്. ആദ്യ 2 ദിവസങ്ങളിൽ അപകടത്തിൻ്റെ ആഴമോ മണ്ണിനടിയിൽ ആരെല്ലാം അകപ്പെട്ടു എന്നതോ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ ദേശീയപാതയിലെ മണ്ണ് നീക്കം ചെയ്ത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന ഡിസാസ്റ്റർ ചാപ്റ്ററാണ് പിന്നീട് ചരിത്രമായി മാറിയത്. ലോറി ഡ്രൈവർ അർജുൻ്റെ കുടുംബവും പിന്നാലെ കേരളത്തിലെ മാധ്യമങ്ങളും ഇവിടെ ഓടിയെത്തിയതോടെ അപകടത്തിൻ്റെ വ്യാപ്തി പുറം ലോകമറിഞ്ഞു. മാധ്യമങ്ങളും സർക്കാരും വിവിധ രാഷ്ട്രീയ കക്ഷികളും കേരളത്തിലെ ജനങ്ങളും ഒറ്റക്കെട്ടായി നടത്തിയ സമ്മർദ്ദമാണ് 4 ഘട്ടമായുള്ള ദൗത്യത്തിന് വഴിയൊരുക്കിയത്. NDRFും SDRFും ഇന്ത്യൻ കരസേനയും നാവികസേനയും ഉൾപ്പെടെ ദൗത്യത്തിൻ്റെ ഭാഗമായി. It was a very unfortunate incident where we lost 11 innocent souls. This year we have done a lot of preparation so that such incidents will be avoided. After which in the district also a lot of effort has happened. We have done some stabilization work along the hills. We have done few flood prevention activities. A lot of effort has gone into avoiding such incidents in the future also. ഗംഗാവലി പുഴയിലെ ശക്തമായ അടിയൊഴുക്കും പ്രതികൂലമായ കാലാവസ്ഥയും ദൗത്യത്തിന് പലതവണ പ്രതിസന്ധി ഉണ്ടാക്കി. അപ്പോഴും അർജുൻ ഉൾപ്പെടെ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരണമെന്ന മുറവിളി ഉയർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ 72 ദിവസത്തിന് ശേഷമാണ് അർജുൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഈ പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. ലോകേഷും ജഗന്നാഥും ഈ പുഴയാഴങ്ങളിൽ ഇപ്പോഴും വേദനയായി നിലനിൽക്കുന്നു. അർജുൻ മിസ് യു ഇതുവഴി കടന്നുപോയ ആരോ ഇവിടെ കുറിച്ചിട്ടതാണ്. അർജുനെയും ഈ ദുരന്തഭൂമിയെയും ഒരു കാലത്തും മലയാളികൾ മറക്കില്ല. ഷിരൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനും ലിജീഷ് മാത്യുവിനുമൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ഓരകിനിയുന്ന ഒരു ഓർമ്മയാണ് ഷിരൂർ. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ ഷിരൂരിൽ നിന്ന് തത്സമയം ചേരുകയാണ്. അരുൺ, ഒരുപാട് ദിവസങ്ങൾ അരുണൊക്കെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മുടെ ഉൾപ്പെടെ എത്രയോ മാധ്യമങ്ങൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഷിരൂരിൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ അരുണിൻ്റെ മനസ്സിൽ ഇപ്പോഴെന്താണ്? SKN 1 വർഷത്തിന് ശേഷം ഷിരൂരിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഈ ഗംഗാവലി പുഴയുടെ തീരത്തേക്ക് വന്നപ്പോൾ ഒരുപാട് ഓർമ്മകൾ ആ ഷിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ടും അന്നത്തെ ദിനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട്. അത് ഇവിടെ എത്തിയ മാധ്യമപ്രവർത്തകർക്ക് മാത്രമായിരിക്കില്ല, കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ആ ഓർമ്മകൾ ഉണ്ടാകും. ആ ഷിരൂരിലെ കാഴ്ചകൾ ഉണ്ടാകും. ഇവിടുത്തെ രക്ഷാദൗത്യം, ദുരന്തഭൂമി, അർജുൻ ഉൾപ്പെടെയുള്ള എല്ലാം മനസ്സിലേക്ക് ഈ 1 വർഷത്തിന് ശേഷം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഗംഗാവലി പുഴയുടെ തീരത്താണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ഗംഗാവലി പുഴ കലങ്ങി തന്നെയാണ് ഒഴുകുന്നത്. മഴ ഇപ്പോഴും ഇവിടെ പെയ്യുന്നുണ്ട്. അവിടെ ഈ പുഴയുടെ നടുവിലായി ആ മൺകൂനകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ ദുരന്തത്തിൻ്റെ ഈ ഷിരൂർ ദുരന്തത്തിൻ്റെ ഒരു അടയാളം എന്ന നിലയിലാണ് ഗംഗാവലി പുഴയുടെ നടുവിൽ ഈ മുകളിൽ നിന്ന് പുഴയിലേക്ക് പതിച്ച മൺകൂന
3 തട്ടായി ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുകയാണ്. SKN കഴിഞ്ഞ വർഷം ഒരു ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് അപകടം നടക്കുന്നത്. സർക്കാർ രേഖകളിൽ 8:30 ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നതാണ് സർക്കാർ രേഖകളിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് ആ അപകടം ഉണ്ടായിട്ടുള്ളത്. അന്ന് കോരിത്തരിയുന്ന മഴയായിരുന്നു, പേമാരിയായിരുന്നു. അതിനിടെയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇതേ സമയത്ത് രാവിലെ മഹാരാഷ്ട്രയിൽ നിന്ന് ലോഡുമായി എത്തിയ അർജുൻ പിന്നീട് ഇതിന് തൊട്ട് നമുക്ക് കാണുന്ന ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതിന് ഓരത്ത്, ഈ ദേശീയപാതയുടെ ഓരത്ത് അർജുൻ്റെ ട്രക്ക് നിർത്തിയിട്ട് അവിടെ വിശ്രമിക്കുകയായിരുന്നു. ഏറെ നേരം വിശ്രമിച്ചു. അതിനിടെയാണ് രാവിലെ ഏകദേശം ഇതേ സമയം 8:30 വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായത്. മണ്ണിടിച്ചിൽ എന്നതിനപ്പുറം ഒരു മല തന്നെ താഴേക്ക് ഇടിഞ്ഞു വീണ് അങ്ങനെയാണ് അപകടമുണ്ടായത്. അർജുൻ മാത്രമല്ല, ഇതിന് തൊട്ട് ഈ റോഡിൻ്റെ മറുവശത്തായി ലക്ഷ്മൺ നായിക്കിൻ്റെ ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ ഉണ്ടായിരുന്ന ലക്ഷ്മൺ നായിക്കിൻ്റെ കുടുംബം 4 പേർ, അതോടൊപ്പം ജഗന്നാഥ്, ലോകേഷ് ഉൾപ്പെടെയുള്ളവർ, അങ്ങനെ 11 പേരുടെ ജീവനാണ് ഈ മണ്ണിടിച്ചിൽ ഈ മഹാദുരന്തം എടുത്തത്. ഇപ്പോഴും ലോകേഷും ജഗന്നാഥും ഒരു ഓർമ്മയായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവരുടെ മൃതദേഹം ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. എന്തായാലും നമ്മളിവിടെ നിന്ന് ഈ കാഴ്ചകൾ കാണുമ്പോൾ എന്തെങ്കിലും തരത്തിൽ അന്ന് മണ്ണിടിച്ചിൽ ഉണ്ടായതിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആ ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും മുകളിൽ നിന്ന് കുത്തിയൊലിച്ച് വെള്ളം നീരുറവയായി താഴോട്ട് വരികയാണ്. ശക്തമായി മഴ പെയ്താൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. ഒരുപാട് ലോറി ഡ്രൈവർമാർ ഇതിലൂടെ കടന്നു പോകാറുണ്ട്, മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് ലോറി ഡ്രൈവർമാർ ഇതിലൂടെ കടന്നു പോകാറുണ്ട്. അവരൊക്കെ നമ്മൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ അവർ പറയുന്നുണ്ട്, അവർ ഇതിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വലിയ ഓർമ്മകളാണ്, അർജുൻ്റെ ഓർമ്മകളാണ്, അവരൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകൻ്റെ ഓർമ്മയാണ്. അതോടൊപ്പം തന്നെ ഇത് കാണുമ്പോഴുള്ള ആശങ്കയും ഭീതിയും ഒക്കെ അവർക്ക് ഇപ്പോഴും ഉണ്ട്. എന്തായാലും SKN ഒരു കനലോർമ്മ തന്നെയാണ് ഷിരൂർ. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു ഓർമ്മ തന്നെയാണ് ഷിരൂർ. അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നതാണ് ഗംഗാവലി പുഴയോരത്ത് നിൽക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ഗംഗാവലി പുഴയോരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത് അരുൺ പൂപ്പറമ്പയാണ്.